ലോകമണ്ടത്തരമാണോ ഏറ്റവും വലിയ റെസ്പെക്റ്റ് ആണോ? രണ്ട് ചോദ്യങ്ങൾ ഒരൊറ്റ ഡിസിഷന്റെ മേലിൽ ക്രിക്കറ്റ് ലോകം ഇങ്ങനെ സംസാരിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. വിയാൻ മൾഡറിന്റെ ആ ഒരു ഡിസിഷൻ 367 റൺസിൽ നിൽക്കെ വെറും 33 റൺസ് അകലെ വെച്ച് ബ്രയൻ ലാറയുടെ 400 റൺസ് എന്ന് പറയുന്ന ചരിത്ര റെക്കോർഡ് ഓവർടേക്ക് ചെയ്യേണ്ടെന്നുള്ളൊരു തീരുമാനം വലിയ ഞെട്ടലായിരുന്നു. എതിരാളികൾക്ക് വരെ വലിയ ഞെട്ടലായിരുന്നു. മത്സരം കഴിഞ്ഞിട്ട് ആ ഒരു ദിവസം കഴിഞ്ഞതിന് ശേഷം അദ്ദേഹത്തിനോട് മാധ്യമപ്രവർത്തകരും ചോദിച്ച അതേ ചോദ്യമാണ്. ക്യാപ്റ്റൻ ആയിരുന്നു, ഒരു തരത്തിലും തടസ്സങ്ങളില്ലായിരുന്നു. 367 റൺസിൽ നിന്ന് ആ ഒരു 33 റൺസൂടെ നേടി 21 വർഷം പഴക്കമുള്ള ആ ഒരു ലെജൻഡറി റെക്കോർഡ് ഓവർടേക്ക് ചെയ്തുകൂടെയെന്ന് ആ ഒരു സമയത്തെ മറുപടിയാണ് ലൈഫിൽ വളരെ ത്രില്ലിംഗ് ആയിട്ടുള്ള ഒരു മറുപടി. ആ ഒരു ലെജൻഡിന്റെ പേരിലുള്ള റെക്കോർഡ് അതേപടി അവിടെ നിന്നോട്ടെ. ഞാനും കോച്ചൂടെ സംസാരിച്ചു, ഞങ്ങൾ തീരുമാനിച്ചു ലെജൻഡ്സിന്റെ റെക്കോർഡ് അതേപടി നിൽക്കട്ടെ, അത് ഓവർടേക്ക് ചെയ്യണ്ട എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തി. ഇനിയും ഞാൻ അങ്ങനെ ഒരു അവസരത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ, ഇനിയും ഒരു 400 ഓവർടേക്ക് ചെയ്യാൻ എനിക്കൊരു ചാൻസ് കിട്ടിയാൽ ഞാൻ ഓവർടേക്ക് ചെയ്യില്ല, ഇതേ ഡിസിഷൻ എടുക്കുമെന്ന് പറയുക എന്ന് പറയുന്നത് ചെറിയൊരു കാര്യമല്ല. രണ്ട് കാര്യങ്ങളാണ് ഞാൻ നേരത്തെ പറഞ്ഞു വിട്ട് ഇപ്പം നിലനിൽക്കുന്നത്. ഇതൊരു മണ്ടത്തരമാണോ അതോ ഒരു ലെജൻഡിനെ റെസ്പെക്ട് ചെയ്തിട്ടുള്ള ഒരു ഡിസിഷനാണോ? നമ്മൾ ഒരുപാട് കാലമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് വിരാട് കോഹ്ലി, സച്ചിൻ ടെണ്ടുൽക്കറുടെ 100 സെഞ്ചുറി എന്ന് പറയുന്ന റെക്കോർഡ് ഓവർടേക്ക് ചെയ്യാൻ എല്ലാവിധ സാധ്യതകളും ഉണ്ടെന്ന്. പക്ഷേ ആ ഒരു റെക്കോർഡിലേക്ക് ഇനി എത്തുമോ എന്നുള്ളത് ഒരു വലിയ ചോദ്യചിഹ്നമാണ്. അദ്ദേഹം ടെസ്റ്റ് ക്രിക്കറ്റിൽ നിന്നിവിടെ റിട്ടയർഡ് ആയി കഴിയുകയും ചെയ്തു. പക്ഷേ ഈ ഒരു 400 വെറും 33 റൺസ് അകലെ വെച്ച് കയ്യിലിരുന്ന റെക്കോർഡ് ഈ ഒരു സൗത്ത് ആഫ്രിക്കൻ താരം ഓവർടേക്ക് ചെയ്യരുതെന്ന് വിചാരിക്കുമ്പോൾ ഇതിനു മുൻപ് ക്രിക്കറ്റിൽ ഇതുപോലുള്ള ഇൻസിഡൻസ് വന്നിട്ടുണ്ട്. മാർക്ക് ടൈലറും ക്ലർക്കിനെയും പോലുള്ള താരങ്ങൾ ബ്രാഡ്മാന്റെ 334 എന്ന് പറയുന്ന ആ ഒരു സ്കോർ ഓവർടേക്ക് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് അവർ നേരത്തെ മാച്ചിൽ നിന്ന് റിട്ടയർഡ് ആയിട്ടുണ്ട്. പക്ഷേ അത് രണ്ടും സ്വന്തം രാജ്യത്തിലെ താരങ്ങളോടുള്ള റെസ്പെക്റ്റിന്റെ ഭാഗമായിട്ട് കൂടിയായിരുന്നു. പക്ഷേ ബ്രയൻ ലാറ ഒരു സൗത്ത് ആഫ്രിക്കൻ താരം പോലും അല്ല. എന്തായാലും എൻ്റെ മനസ്സിൽ തോന്നിയിട്ടുള്ള രണ്ട് ചോദ്യങ്ങൾ ഞാൻ ചോദിച്ചോട്ടെ. ഇതൊരു മണ്ടത്തരമാണോ അതോ ഇതൊരു ലെജൻഡറി ഡിസിഷനാണോ? എന്താണെന്ന് കമന്റ് ബോക്സിൽ പറയണേ. അതുപോലെ ഒരു കാലത്തും ആരാലും ഓവർടേക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് നിങ്ങൾ വിശ്വസിക്കുന്ന ഒരു റെക്കോർഡുണ്ടോ? അതും കമന്റ് ബോക്സിൽ പറയണേ.